സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടിളപ്പാളിയിലെയും സ്വർണം നഷ്ടമായതിൽ മോഷണം പോയതിലാണ് 2 എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തത്. കട്ടിളപ്പാളിയിലെ സ്വർണം കൊള്ളയടിച്ചതിലാണ് ദേവസ്വം ബോർഡ് പ്രതിപട്ടികയിൽ വന്നിരിക്കുന്നത്. ആരൊക്കെയാണ് കൂട്ടുപ്രതികൾ എന്ന് നമുക്ക് നോക്കാം. സ്വാഭാവികമായും ഇതിൽ 2 എഫ്ഐആറുകളിലും കൂട്ടുപ്രതി ആദ്യത്തെ പ്രതി 1-ാം പ്രതി എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ആദ്യ എഫ്ഐആറിലെ അതായത് ദ്വാരപാലക ശില്പത്തിന്റെ പാളി ഇളക്കിയതിലും 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. എല്ലാത്തിന്റെയും മുഖ്യാസൂത്രകരിൽ പ്രധാനി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നതാണ് വ്യക്തമാക്കുന്നത്. 2-ാം പ്രതി എന്ന് പറയുന്നത് കൽപേഷ് എന്നയാളാണ്. വേർതിരിച്ച സ്വർണം കൽപേഷിന് നൽകി എന്നതാണ് പോറ്റിയുടെ മൊഴി. ഇയാളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ദേവസ്വം വിജിലൻസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 3-ാം പ്രതി എന്ന് പറയുന്നത് മുൻ ദേവസ്വം കമ്മീഷണറായിട്ടുള്ള എൻ വാസുവാണ്. ഇതിൽ നിർണായകമായ പ്രതിപട്ടികയിൽ വരുന്ന പ്രധാനിയായ ഒരാൾ. തന്നെ എന്തുകൊണ്ട് ഇതിൽ പ്രതിപട്ടികയിൽ ചേർത്തു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയില്ല എന്നതാണ് എൻ വാസു പറഞ്ഞിരുന്നത്. നേരത്തെ തന്റെ ഭാഗം കേട്ടില്ല എന്നതുൾപ്പെടെയായിരുന്നു എൻ വാസുവിന്റെ പ്രതികരണം. ഏതായാലും 3-ാം പ്രതിയായി മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസു വരുന്നു. 4-ാം പ്രതി എന്ന് പറയുന്നത് മുൻ തിരുവാഭരണ കമ്മീഷണറായിട്ടുള്ള KS ബൈജു ആണ്. ആദ്യ എഫ്ഐആറിലെ 5-ാം പ്രതി കൂടിയാണ് KS ബൈജു എന്ന കാര്യം നമ്മൾ മറക്കരുത്. മറ്റൊരു പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് മുരാരി ബാബു ആണ്. നമുക്കറിയാം ശബരിമലയിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് മുരാരി ബാബു. ദ്വാരപാലക പാളി എഫ്ഐആറിൽ അതായത് 2-ാമത്തെ എഫ്ഐആറിൽ ആദ്യമെടുത്ത എഫ്ഐആറിലെ 2-ാം പ്രതിയാണ്. ഇദ്ദേഹം ഇപ്പോഴും സർവീസിലുണ്ട്. ഹരിപ്പാട് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറാണ്. പക്ഷേ ഇപ്പോൾ സസ്പെൻഷനിലാണ് മുരാരി ബാബു. മുരാരി ബാബുവിന്റെ റോള് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പോറ്റിക്ക് വഴിവിട്ട സഹായം ചെയ്ത ഉദ്യോഗസ്ഥരിൽ മുൻപന്തിയിലുള്ളത് മുരാരി ബാബു എന്ന നിഗമനത്തിൽ തന്നെയാണ് ദേവസ്വം വിജിലൻസ് ഉള്ളത്. 6-ാം പ്രതി എന്ന് പറയുന്നത് D സുധീഷ് കുമാറാണ്. ശബരിമലയിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് സുധീഷ് കുമാർ. 1-ാം എഫ്ഐആറിലും പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട് D സുധീഷ് കുമാർ എന്നതാണ്. അദ്ദേഹം ശബരിമലയിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അപ്പോൾ ഉദ്യോഗസ്ഥർ പ്രതികളാകുന്ന 2 എഫ്ഐആറിലും ഏറ്റവും നിർണായക സ്ഥാനത്തുള്ളത് മുരാരി ബാബുവും D സുധീഷ് കുമാറുമാണ്. ഈ 2 ഉദ്യോഗസ്ഥരുടെയും പങ്ക് എന്താണ് എന്നത് നിർണായകമാണ്. 7-ാം പ്രതി എന്ന് പറയുന്നത് K സുനിൽകുമാറാണ്. അദ്ദേഹം അവിടുത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്നു. 1-ാം എഫ്ഐആറിൽ 3-ാം പ്രതിയാണ്. ഇദ്ദേഹവും ഇപ്പോഴും സർവീസിലുണ്ട്. ഇനി 8-ാം പ്രതി എന്ന് പറയുന്നത് 2019 ദേവസ്വം ബോർഡ് അധ്യക്ഷനായ A പത്മകുമാർ അധ്യക്ഷനായ ഭരണസമിതിയാണ്. ശങ്കർദാസ് അതിൽ അംഗമായിരുന്നു. ഏതായാലും ദേവസ്വം ബോർഡിന്റെ പങ്ക്, ഭരണസമിതിയുടെ പങ്ക് എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി വ്യക്തമാകേണ്ടത്. ആരുടെ കള്ളക്കളികളാണ് ഒളിയാൻ പോകുന്നത് എന്ന് നമുക്കറിയണം. പ്രതിപട്ടികയിൽ ഇവരൊക്കെ തന്നെ വരുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്ക് പുറമെ ദേവസ്വം ഭരണസമിതിയെ കൂടി പ്രതി ചേർത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഏതായാലും ദേവസ്വം ബോർഡ് പ്രതിക്കൂട്ടിലാകുന്നതോടെ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവോടുകൂടി തന്നെയാണോ ഈ കാര്യങ്ങളെല്ലാം നടന്നത് എന്നുകൂടി അറിയണം. യുവതീ പ്രവേശന വിവാദം കത്തിരുന്ന സമയത്തുൾപ്പെടെ ശബരിമലയിൽ ഇത്തരത്തിലൊരു വലിയ സ്വർണ്ണക്കള്ള നടന്നു എന്ന വിവരം പുറത്തുവരുന്നത് ആകെ സമ്മർദ്ദമാക്കുന്നുണ്ട് ഇടതുമുന്നണിയെ. സർക്കാരിനെ വിശ്വാസികളെ ലക്ഷ്യമിട്ടുകൊണ്ട് അയ്യപ്പ സംഗമം ഉൾപ്പെടെ സർക്കാർ നടത്തിയിരുന്നതാണ്. അതൊരു വലിയ നേട്ടമായി NSSന്റെ പിന്തുണ ലഭിച്ചതോടുകൂടി വലിയ രാഷ്ട്രീയ നേട്ടമായി കരുതിയിരുന്നതുമാണ്. ഉദ്യോഗസ്ഥരെ പഴിചാരി ഇനി ഒഴിഞ്ഞു മാറാനാകില്ല സർക്കാരിന് എന്നത് ഏറെക്കുറെ വ്യക്തമാവുകയാണ്. കാരണം ദേവസ്വം ഭരണസമിതിയെ കൂടി പ്രതി ചേർത്തിരിക്കുന്നു. അന്വേഷണത്തിൽ വീഴ്ചയുണ്ടാകില്ലെന്ന സൂചനയാണ്. കള്ളന്മാർ ആരായാലും അകത്താകുമെന്ന ദേവസ്വം മന്ത്രിയുടെ പ്രതികരണം.